Welcome back to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relation of S5 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the topic Principles for Disciplinary Action. That is, the last series we already discussed what is discipline, the types of discipline, that is positive discipline and negative discipline, and what are the different kinds of punishments, and what are the causes of indiscipline. And so in continuation with the same topic, we can discuss the principles of disciplinary action. So here's the principles for disciplinary action. It means that despite best efforts, acts of indiscipline occurs and it becomes necessary to take a disciplinary action. So while taking disciplinary action, the following principles of natural justice should be followed. So the first is the employee charged should be given an opportunity to present witness of his own choice on whom he relies. And the second is the employee should given the right to cross-examine management's evidence. And the third is the evidence of management should be taken in the presence of the employee. So the first, the employee charged should be given an opportunity to present witness of his own choice on whom he relies. ഇല്ല, അപ്പോൾ ഫസ്റ്റ് ഒരു പ്രിൻസിപ്പിൾസ് ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ, അതായത് ഓർഗനൈസേഷനിൽ ഇൻഡിസിപ്ലിൻ കൂടുമ്പോൾ there's a necessary to take disciplinary action. So the following natural justice, അപ്പോൾ ഒരു ഇൻഡിസിപ്ലിൻ ഓർഗനൈസേഷനിൽ നടന്നാൽ അതിനെതിരെ നമുക്ക് ആക്ഷൻസ് എടുക്കാം. പക്ഷേ ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്തായിരുന്നു അത് സംഭവിച്ചത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില പ്രിൻസിപ്പിൾസ് തയ്യാറാക്കുക. സോ ദ ഫസ്റ്റ് ഈസ് ദ എംപ്ലോയി ചാർജ് ഷുഡ് ബി ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പം ആരാണോ കുറ്റക്കാരൻ, ഒരു എംപ്ലോയി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം, ഒരു അവസരം കൊടുക്കുക. ടു പ്രസൻറ്റ് ദ വിറ്റ്നസ് ഓഫ് ഹിസ് ഓൺ ചോയ്സ് whom he relies. താൻ വിശ്വസിക്കുന്ന ഒരാളുടെ മുന്നിൽ തൻ്റെ വിറ്റ്നസ്, അല്ലെങ്കിൽ താൻ എന്താണ് ആ തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അയാൾക്കൊരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഇത് എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് പറയുക, അല്ലെങ്കിൽ ആ വിറ്റ്നസ്സിനെ കൊണ്ട് മുന്നിൽ നിർത്താനൊരു അവസരം ആ എംപ്ലോയിക്ക് കൊടുക്കുക. And the second one, the employee should given the right to cross-examine management's evidence. ഈ രണ്ടാമത് പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ചില എവിഡൻസ് ഒക്കെ ശേഖരിക്കുകയാണെങ്കിൽ ദ എംപ്ലോയിക്ക് എന്ത് ചെയ്യാം, ആ എവിഡൻസിനെ ക്രോസ് എക്സാമിൻ ചെയ്യാം. അതായത് ആ മാനേജ്മെൻറ്റ് എന്താണോ തെളിവ് നിരത്തിയിരിക്കുന്നത് ആ തെളിവിന് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അതിനെ ക്രോസ് എക്സാമിൻ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റായ ധാരണയുടെ പുറത്തായിരിക്കാം ആ രേഖകൾ. അങ്ങനെയാണെങ്കിൽ ഈ എംപ്ലോയിക്ക് എന്ത് ചെയ്യാം, അത് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ശരിക്കുള്ള എന്താണെന്നുള്ളത് നമുക്ക് മാനേജ്മെൻറ്റിനോട് പറയാം. തേർഡ് ഈസ് the evidence of management should be taken in the presence of employee. ഈ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, എവിഡൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് എംപ്ലോയിയുടെ മുന്നിൽ വെച്ചായിരിക്കണം, അല്ലെങ്കിൽ ആ വിക്റ്റിമായി നിൽക്കുന്ന എംപ്ലോയി ആരാണോ അയാളുടെ പ്രസൻസിലായിരിക്കണം എവിഡൻസ് കളക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് അവിടുത്തെ തെറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്ത എവിഡൻസ് കറക്റ്റാണോ ഇല്ലേന്ന് പറയാൻ പറ്റൂ. സോ ദ ഫസ്റ്റ് ഈസ് ദ എംപ്ലോയി ചാർജ് ഷുഡ് ബി ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി to present the witness of his own choice on whom he relies. And the second one, the employee should be given the right to cross-examine management's evidence. And the third is the evidence of management should be taken in the presence of employee. And the fourth is no material should be used against the employees without giving him an opportunity to explain. എന്ന് പറഞ്ഞാൽ എന്താണ്, നോ മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ് അഗെയിൻ ദ എംപ്ലോയി വിത്തൗട്ട് ഗിവിങ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലെയിൻ. അപ്പം ഒരു മെറ്റീരിയൽ നമ്മൾ എംപ്ലോയിക്കെതിരെ ചില എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഇല്ലേ, അതായത് ഒരു അവസരം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനൊരു അവസരം കൊടുക്കണം. ഒരിക്കലും അവസരം കൊടുക്കാതെ ഒരു മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ എന്തെങ്കിലും ഇരിക്കുമ്പോൾ പ്രസൻറ്റ് ചെയ്യരുത്. അപ്പോൾ സോ നോ മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ് എഗെയിൻസ്റ്റ് ദ എംപ്ലോയി വിത്തൗട്ട് ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ എവിഡൻസുകളെല്ലാം തന്നെ എംപ്ലോയിയെ കാണിക്കുക, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഒരു അവസരം കൊടുക്കുക, അത് എന്താണ് ആ എവിഡൻസിന് പുറത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഒരിക്കലും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു എവിഡൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യരുത്. ആൻഡ് ദ ഫിഫ്ത്ത് ഈസ്
The inquiry against the employee should be ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. ഇനി ഒരു എംപ്ലോയി ആ തെറ്റിന് അല്ലെങ്കിൽ അതിന് എൻക്വയറി നമ്മൾ നടത്തുകയാണ്, ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ആയിരിക്കണം. ഒരിക്കലും ആരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാകരുത്. പകരം എന്താണ്, നീതിയുക്തമായ അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു ഭാഗം അതിനകത്ത് നാച്ചുറൽ ജസ്റ്റിസ് കീപ്പ് ചെയ്ത് വേണം ആ എംപ്ലോയി തെറ്റുകാരനാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ, the punishment award should not be out of proportion to the misconduct committed. ഇല്ലേ, അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്, ഈ ഒരു പണിഷ്മെൻറ്റ് നമ്മൾ അവോർഡ് ചെയ്യുമ്പോൾ the punishment award should not be out of proportion. ഇല്ലേ, ഒരു ചെറിയ തെറ്റിന് നമ്മൾ കൊടുക്കുന്നത് വലിയൊരു പണിഷ്മെൻറ്റ് ഒരിക്കലും ആകരുത്. അപ്പോൾ എന്ത് ചെയ്യണം, അത് അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ എന്താണ് റിവേഴ്സ് അദ്ദേഹത്തെ മൊറലിനെ തന്നെ ബാധിക്കും. സോ ദ പണിഷ്മെൻറ്റ് അവാർഡ് ഷുഡ് നോട്ട് ബി ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു ദ മിസ്കണ്ടക്ട് കമ്മിറ്റഡ്. അപ്പം അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണോ ആ തെറ്റിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് വേണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ഒരു പണിഷ്മെൻറ്റ്. നമ്മൾ കൈൻഡ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ് പഠിച്ചതില്ലേ, മൈനർ പണിഷ്മെൻറ്റ്സും മേജർ പണിഷ്മെൻറ്റ്സും പഠിച്ചു. അപ്പോൾ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രാക്ഷൻ അനുസരിച്ച് വേണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ഒരു പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കാൻ. ക്ലിയർ വിത്ത് ദി പോയിൻറ്റ്? സോ ദ നെക്സ്റ്റ് ഇസ് disciplinary action should be taken in private so as to not to hurt the ego and social status of the employee. That is, the disciplinary action should be taken in private. ഇല്ലേ, ഒരു എംപ്ലോയിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു പണിഷ്മെൻറ്റ് അവാർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒരു വ്യക്തിക്ക് ആ ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട്, ഒരിക്കലും നമ്മളത് കോമൺ ആയിട്ട് മീറ്റിങ്ങിൽ പറയുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് എന്താണ് അവരുടെ ഈഗോ സ്റ്റാറ്റസ് ഇല്ലേ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. അപ്പോൾ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ് സോ നോട്ട് ടു ഹേർട്ട് ദ ഈഗോ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ഒരു എംപ്ലോയി എന്ന നിലയിൽ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ തകർത്തുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് eighth one, disciplinary action should be taken by the immediate boss of the employee. ഇല്ലേ, അപ്പോൾ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിനുള്ള പണിഷ്മെൻറ്റ് ആദ്യം കൊടുക്കേണ്ട ആരാണ്, ഇമീഡിയറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ക്ലാസ്സിലൊരു ഇഷ്യൂ നടന്നാൽ ആദ്യത്തെ പണിഷ്മെൻറ്റ് അത് ആ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചർ, ഏത് ടീച്ചറിൻ്റെ ക്ലാസ്സിലാണോ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നത് ആ ടീച്ചറായിരിക്കും പണിഷ്മെൻറ്റ് തരുന്നത്. അതിന് ശേഷമായിരിക്കാം ക്ലാസ് ഇൻചാർജിലേക്കോ അല്ലെങ്കിൽ HODയിലേക്കോ പ്രിൻസിപ്പളിലേക്കോ ആ പ്രശ്നങ്ങൾ ഇഷ്യൂ ഇല്ലേ, അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ് അത് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കേസിലും ഒരു എംപ്ലോയി തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തിനുള്ള പണിഷ്മെൻറ്റ് ആര് കൊടുത്തിരിക്കണം, ഒരു ഇമീഡിയറ്റ് ബോസാണ് ശരിക്കും അതിന് അദ്ദേഹത്തിനെ പറഞ്ഞു വിലക്കുകയോ അല്ലെങ്കിൽ ആ തെറ്റായിട്ട് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ninth one, disciplinary action should be consistent for all. ഇനി ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരു വ്യക്തി തെറ്റ് ചെയ്ത് അതിനുള്ള ശിക്ഷ കൊടുക്കുന്നുവെങ്കിൽ ആ സെയിം തെറ്റ് ഇൻഡസ്ട്രിയിൽ ഏത് ലെവൽസിലുള്ള എംപ്ലോയീസ് ചെയ്താലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു പാർഷ്യാലിറ്റി ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഫേവറിറ്റിസം എന്ന് എംപ്ലോയീസ് പറയുകയും അത് പിന്നെ എന്താണ് ഇൻഡസ്ട്രി റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. സോ ദ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഫോർ ഓൾ. And the last is the superior's behavior towards the employee should remain as it was before taking the disciplinary action. അപ്പോൾ ഒരു superior'സിൻ്റെ ബിഹേവിയർ അല്ലേ, ഒരു എംപ്ലോയി തെറ്റുകാരനാണ് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം, അയാളൊരു തെറ്റുകാരനാണെന്ന് കാണിക്കത്തക്ക രീതിയിൽ അയാളെ നമ്മൾ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ എപ്പോഴും അയാളെ ഇല്ലേ നീ ആ തെറ്റ് ചെയ്തില്ലേ അല്ലെങ്കിൽ നീ ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞ് ഒരിക്കലും അദ്ദേഹത്തെ അത് ഹേർട്ട് ചെയ്യരുത്. ഒരു സുപ്പീരിയേഴ്സ് ബിഹേവിയർ ടുവേർഡ്സ് ദ എംപ്ലോയി ഷുഡ് റിമൈൻ ആസ് ഇറ്റ് വാസ് ബിഫോർ ടേക്കിംഗ്. അപ്പോൾ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതിന് മുൻപേ ആ സുപ്പീരിയറുടെ സ്വഭാവം ആ എംപ്ലോയിയോട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കണം ആ വ്യക്തി തെറ്റുകാരനായിട്ട് പണിഷ്മെൻറ്റ് കിട്ടുമ്പോൾ. ഒരിക്കലും തെറ്റുകാരനാണ് അല്ലെങ്കിൽ ആ പണിഷ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വരുമ്പോഴും പഴയ രീതിയിൽ ഒരിക്കലും നമ്മൾ ആ വ്യക്തിയെ കാണരുത്. അപ്പോൾ clear with the points. But today we discuss the principles of disciplinary action. The first we say is that there we should follow a principle of natural justice while preparing the disciplinary action. So first we say is that the employee charged should be given an opportunity to present the witness of his own choice. And the second is the employee shall be given an opportunity to cross-examine management's evidence. And third is the evidence of management should be taken in the presence of employee. And the fourth is
No material should be used against the employee without giving him an opportunity to explain. And the fifth is the inquiry against the employee should be fair and impartial. And the next is the punishment should not be out of proportion to the misconduct committed. And the seventh is disciplinary action should be taken in private so as to not to hurt the employees. Next is the disciplinary action should be taken by the immediate boss of the employee. And the second last is disciplinary action should be consistent for all. And the last is the superior's behavior towards the employee should remain as it was before taking the disciplinary action. So clear with the principles of disciplinary action. So this is the end of today's portion. So prepare well, study well. Thank you.